പ്രിയ എന്ത് പറഞ്ഞാലും ആ സെയിം പേസിൽ തല കുലുക്കും, അത്രേ ഉള്ളൂ. പാർവതി ഇവർക്ക് ഒരു മരുന്ന് 2 എണ്ണം വാങ്ങിച്ചാൽ മതി, എല്ലാ അസുഖവും ഒരേപോലെ. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ഷെയറിംഗ് ആണ്. ഷുഗർ, പ്രഷർ, BP. ഇത് ഇനി നമ്മള് പോകുന്ന സിറ്റുവേഷൻ നോക്കിക്കേ, ശരിക്കും മറ്റേ പറക്കും തള്ളിയല്ലേ ബസ്സിനെ പോലെ ഇല്ലേ. എന്തായാലും ഇതൊക്കെ വളർന്നാ മതിയായിരുന്നു. മമ്മീനെ ഉദ്ദേശിച്ചാണ്. നോക്ക് ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ ബാക്ക് ടു ഹോം. അനിത ഹോം വ്ളോഗാണ് ഇന്ന്. സോ ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് ഫസ്റ്റ് തിങ് വേദുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നോവാൻഷ് എന്ന് പറയുന്ന പേര്. വേദു വൈകുന്നേരം അവിടെ പോയി കുറച്ച് നേരം കളിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ചെടിയൊക്കെ വാങ്ങാൻ പോകുന്നുണ്ട്. സോ പ്രിയയുടെ ഒരു ചെറിയൊരു ഹോം റീഡെക്കറേഷനും കൂടെ കാണും. ഡാഡിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. വേദു പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതുപോലെ ഒരു വാച്ച് കൊടുക്കും കേട്ടോ. സോ ഇതിൽ ഭയങ്കര സേഫ്റ്റിയാണ്, നല്ല വാച്ചാണ്. കാരണം വേദുവിന് ഇതിൽ നിന്ന് സേവ് ചെയ്ത നമ്പേഴ്സിലേക്ക് മാത്രം വിളിക്കാം. ഇതിൽ വേറെ വേദുവിന് വേറെ ആരെയും വിളിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട്, പല രീതിയിലുള്ള സെറ്റിങ്സ് ഉണ്ട്. പിന്നെ ഈ നമ്പറിലേക്ക് ആരൊക്കെ വിളിക്കാൻ പറ്റും എന്നുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട്. ആര് വിളിച്ചാലും ആരൊക്കെയാണ് വിളിക്കുന്നത്, മെസ്സേജ് അയക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഫോണിൽ വരും. സോ പല രീതിയിലുള്ള ട്രാക്കിംഗ് ഉണ്ട്, വീഡിയോ കോളിംഗ് ഉണ്ട്. അത് ഇപ്പം നെറ്റ്വർക്ക് ഇല്ലെങ്കിലും വൈഫൈ കണക്ട് ചെയ്ത ആപ്പിൽ കൂടെ പറ്റും. സോ പല രീതിയിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ചൈനയിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പം ഏകദേശം ഒരു 1.5 ഇയേഴ്സിന് മുകളിലായി. ബാറ്ററിക്കും കുഴപ്പമില്ല, ലാസ്റ്റിങ്ങുമാണ്. സോ പറ്റുമെങ്കിൽ ഞാൻ ചിലപ്പോൾ ചൈനയിൽ നിന്ന് ഇങ്ങനത്തെ കുറച്ച് വാച്ച് വരും. കുട്ടികൾ കളിക്കാൻ പോവുകയാണെങ്കിലും മോൾസിൽ പോവുകയാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഈ ഒരു സംഭവം. ചൈനീസ് ആപ്പ് തന്നെയാണ്, പക്ഷേ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ഉണ്ട്. സോ വേദുവിനെ നോവാൻഷിനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് ഞങ്ങൾ ഒരു നഴ്സറിയിലേക്ക് പോകുന്നതായിരിക്കും. വീട്ടിലാ അവിടെ പോയി എന്ത് ചെയ്യാൻ പോവാ? എന്താ എനിക്കറിയാം. ഞാൻ പറയുന്നില്ല. ഓക്കെ, എന്നാ വെള്ളം പിടിക്കും. അപ്പൊ 7 o'clock ആകുമ്പോ വരുവേ. 3 hours ഇല്ല, നോവാൻജിന് മാരേജ് ഉണ്ട്. 4 o'clock ആകുമ്പോ വരാം. അല്ല, 7 o'clock ആകുമ്പോ വരാം. 3 hours ഉണ്ട്, 4 hours ഉണ്ട്. ഓക്കെ, ലൊക്കേഷൻ ഒന്നും ആരോടും പറയില്ല. പക്ഷെ നവാൻജിന് എന്താ വേദു നമ്മുടെ വീട്ടിൽ വിളിക്കാത്ത? വരാനോ? ചോദിച്ചോ, അമ്മേനോട് വിളിച്ച് ചോദിക്കാൻ പറ. ആര് സമ്മതിക്കില്ലാന്ന്? ദാദിജിയാ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നോവാൻജിനെ നമുക്ക് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പൊ നമ്മളവിടെ വന്ന് കളിക്കാമല്ലോ, എന്നിട്ട് തിരിച്ചു കൊണ്ടുവിടാം. ഓക്കെ, വേദു അപ്പൊ മാസ്ക് ഒക്കെ ഇട്ട് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വരാം. വേദു വീടൊന്നും അറിയില്ല. ഏത് ഇതാണോ? അപ്പൊ ഓക്കെ, ഗോ ഹാവ് ഫൺ. ഓക്കെ, അപ്പൊ വിളിക്കാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേദുവിന്റെ വാച്ച് വിളിക്കണം അപ്പനെ. ഓക്കെ, സെറ്റ് അല്ലേ? എന്താ പരിപാടി? ഇതൊക്കെ കാലിയെ കിടക്കുവാണെന്ന്. അതൊക്കെ വൃത്തിയായല്ലോ. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇവിടെ 3 ചട്ടി വെക്കണം. ഓക്കെ, അവിടെ 10 ചട്ടി വെക്കണം. 10? ഇതൊക്കെ ആര് നനയ്ക്കും? പാർവതി 10 ഉണ്ടായിരുന്നു അവിടെ. ലീവിന് പോകുമ്പോ ആര് നിറയ്ക്കും? പാർവതി ഒരു മാസം പോകുമ്പോ വാടും. പാർവതിയുടെ ധൈര്യത്തിലാണ്. പാർവതി പോകുമ്പോഴാണ് ആരും വെള്ളം നനയ്ക്കാറില്ല. ആരും ഇല്ലാതെ അത് ചെടി വളരെ ഇതാവും, വാടിപ്പോ. അത് നമ്മള് കൊണ്ടുപോയി കളയും, അടുത്ത ചെടി വാങ്ങും. എന്നിട്ട് എനിക്ക് നമ്മുടെ ഇവിടെയൊക്കെ എനിക്ക് ഫുൾ നമ്മൾ ബോഗിൻവില്ല വെച്ച ഓർമ്മയില്ലേ? അതുപോലെ നല്ല ഈ ഭാഗത്തൊക്കെ നല്ല ചെടികൾ വാങ്ങിച്ചു വരുന്നത്. പയ്യെ ഉള്ള ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ഇന്ന് കുറച്ച് ഇത് കുറച്ച് വാങ്ങിയിട്ട് ഈ 3 എണ്ണം വാങ്ങാം. അത്രയും മതി. ഇന്നത്തേക്ക് നമുക്ക് അത്രയും നിർത്താം. പക്ഷെ ഇതെല്ലാം പെട്ടിയോട്ടോല് വേണം കൊണ്ടുവരാൻ. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് ആൾക്ക് ചെടി വേണമെന്ന്. ആർക്ക്? മമ്മിക്ക്. അവിടെ വാങ്ങണം. ആ ചെടിയില് ഏതെങ്കിലും ഒരു ചെടി വാങ്ങിച്ച അറിയോ ഏത് ചെടിയാന്ന്? ആ വീട്ടില് അവിടെ മമ്മി വരുന്നുണ്ട്. അത്ര മാത്രം. ഡാഡിക്ക് ഗിഫ്റ്റ് എടുത്താ? ഓ, ആപ്പിൾ ജ്യൂസ്. അതെ, ഗോവ. ഡാഡിനെ കണ്ടില്ലല്ലോ ഗോവ വന്നതിന് ശേഷം. ഇന്നലെ നമ്മള് വന്നേ. വിശേഷങ്ങളൊക്കെ പറയണ്ടേ നമുക്ക്.
ചെടിയുടെ കാര്യമായതുകൊണ്ട് ഡാഡിയും വരുന്നുണ്ട് ഇപ്പൊ ഇവിടെ എത്തിയപ്പോഴേക്കും. ഞാൻ അടി കാണാം. അതെ, ഇലോബറേറ്റാ. എന്ത്? ഞാൻ വന്ന ആ സംഭവം എന്നാ വിചാരം. ഞാൻ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ഇവന്റ് ആന്നാ മമ്മി പറയുന്നത്. ആ, നിങ്ങൾ വാങ്ങ. ആർക്ക്? അല്ല, അപ്പൊ നിങ്ങൾ ചെടി വാങ്ങുന്നില്ല? ആഹാ, ഇന്ന് ഫൈനലാ, ലാസ്റ്റ് മാച്ചാ. ആ, 5th മാച്ച്. ഫൈനലല്ല, ഇന്ത്യ ഓൾറെഡി ജയിച്ചു. ഈ നഴ്സറിയിലാണ് പോയത്. ഞാൻ ഈ ചെടിയായിട്ട് വലിയൊരു കണക്ഷനൊന്നും ഇല്ല. സോ പ്രിയ മമ്മിയൊക്കെ സ്ഥിരം ഇവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന് പറയുന്നത്. വേറെ കുറേ നഴ്സറി ഉണ്ടെങ്കിലും ഈ കടയാണ് ഏറ്റവും ലാഭം എന്നാണ് പറയുന്നത്. ഇത് കടവന്ത്രയിലാണ് വരുന്നത്. ഒരു ഐഡിയ ഇല്ല കേട്ടോ ചെടീനെ കുറിച്ച്. ചുമ്മാ ഇങ്ങനെ നടക്കുക. നല്ല പച്ച ഇലയുള്ള ഇത് മതി. അന്നെ ക്ലോറോഫില് കുറവാ, അതാ. ഇതെന്താ പേര്? മണിപ്ലാന്റ് തന്നെയല്ലേ? എന്താ? നിയോൺ പോത്തോസ്. വെയില് കുഴപ്പമുണ്ടാവും? വേണ്ട, പക്ഷെ നല്ല വെയിൽ അടിക്കും. ഷെയ്ഡ് ഉണ്ട് നമുക്ക്, നല്ല അടിക്കും കേട്ടാ. ഇതെല്ലാം എന്ത് ചെടിയാ? ഇതൊക്കെ മണിപ്ലാന്റ്. മണി വേണ്ട നമുക്ക്? അത് വേണം, മണിയല്ലേ എല്ലാം. അതെ, മണി വരുവോ ഏട്ടാ? എന്തുകൊണ്ടാണ് ഇതിന് മണിപ്ലാന്റ് എന്ന പേര്? നല്ല ഓക്സിജൻ പ്യൂരിഫിക്കേഷൻ ചെയ്യും. മണി വരും പറയുമ്പോ നമ്മുടെ ഡോക്ടർ ചെലവ് കുറയും. അങ്ങനെ അതാണ് ഡോക്ടറിന്റെ ചെലവ് കുറയ്ക്കുന്ന ചെടിയാണ്. നല്ല ഓക്സിജൻ വരും, അതുകൊണ്ടാണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ മണി സേവ് ആവുന്നത്. മണി പ്ലാന്റ്, അല്ലാതെ മണി പ്ലാന്റ് വെച്ച് മണി വരുത്തൊന്നുമില്ല. ഓക്സിജനിൽ നമ്മൾ ശ്വസിച്ച് നമ്മുടെ അസുഖങ്ങളെല്ലാം മാറി ഡോക്ടറിന്റെ അടുത്ത് പോയി പൈസ കൊടുക്കണം. നല്ല ചെടിയാണല്ലോ. ഇത് ഓർക്കിഡ് അല്ലേ? അണ്ടാ, എനിക്കാണ് ചെടീനെ പറ്റി അറിയാതെ. ഇത് ഓർക്കിഡ്, അത് ബോഗിൻ. എന്നിട്ട് നിങ്ങൾക്ക് ആശുപത്രി പിഷപ്പ് കൊണ്ടുവരുന്നില്ലല്ലോ. ഇവരുടെ ഗുണം എന്താ അറിയോ? ഇവർക്ക് ഒരു മരുന്ന് 2 എണ്ണം വാങ്ങിച്ചാൽ മതി, എല്ലാ അസുഖവും ഒരേപോലെ. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ഷെയറിംഗ് ആണ്. ഷുഗർ, പ്രഷർ, BP, ഇത്. അപ്പൊ ഈ 2 എണ്ണം വാങ്ങണം. പിന്നെ ഇനി വേണോട്ടാ. അത് മറ്റേ കാട്ടുപുല്ല. അത് നമ്മുടെ വീട്ടില് കിണറിന്റെ അവിടെ ഫുള്ള് ഞാൻ വെച്ചിരുന്ന ഈ ചെടിയാ. നന്നായിട്ട് ഇങ്ങനെ ബഞ്ചായിട്ട് വരുമായിരുന്നു. പക്ഷെ ഇതിനൊന്നും കളേഴ്സ് ഇല്ല, പൂക്കളില്ല ഒന്നിനും. പൂക്കളുള്ളതൊക്കെ നമ്മള് എനിക്ക് ആ മറ്റേ നമ്മുടെ ടെറസില്ലേ, ആ ടെറസ് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കണ ആ ഫോൺ തന്നെ, അതിന്റെ പേരുണ്ട്. അതിലെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. പൂക്കളുള്ളത് വാങ്ങി. ഇതൊന്നും ഒരു കളറില്ല. എന്നെ പോലെ കളർഫുൾ ഡ്രസ്, കളർഫുൾ ഷൂസ്. ചെടികള് പച്ചയായിട്ടിരുന്നാലേ നമുക്ക് കുറച്ച് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിന്റെ മൊത്തം മറ്റേ കാട. എന്തായാലും പച്ച കളേഴ്സ് ആണ് ഇല്ലാത്ത. ഞാൻ ആ ഫുൾ ബോഗിൻവില്ല വാങ്ങിച്ച ഓർമ്മയുണ്ടോ? 20 ചട്ടിയില് ഫുൾ ബോഗിൻവില്ല ഫ്രണ്ടില്. പക്ഷെ അത് കാര്യമായിട്ട് വളർന്നില്ല. ഓ, ഇത് പക്ഷെ ഇങ്ങനെ ബുഷ് പോലെ. ഒരു മിനിറ്റ്, ബുഷ് പോലെ വരുവോ? ക്രീപ്പർ ആണല്ലേ? സ്പ്രെഡ് ചെയ്ത് വളരും. കൊള്ളാല്ലേ? എന്തിന്റെ പേര്? കാറ്റ്സ് ക്ലോ. കാറ്റ്സ് ക്ലോ. ഓക്കേ, കാറ്റ്സ് ക്ലോ ഇവിടെ ഉണ്ടെന്ന്. അത് വാങ്ങാം, നോക്കാം ആദ്യമേ. കാറ്റ്സ് ക്ലോ ബ്ലൂം കണ്ടോ? ഇങ്ങനെ വരും അല്ലേ? ഭംഗിയില്ലേ? ഭംഗിയാണ്. ഇങ്ങനെ വളർത്തിയ നല്ല രസല്ലേ? നമ്മുടെ ആ 2 മതില് ഫുൾ ഇങ്ങനെ വളർത്തിയ. ഓ, സംഭവമായിരിക്കും അത് കേട്ടാ. എനിക്ക് നമ്മുടെ ആ ഫെൻസ് ഇല്ലേ മേളിൽ ഇട്ടിരിക്കുന്നേ, വീടിന്റെ മുകളില്, ടെറസിന്റെ അവിടെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വീഴണം. നമ്മളിങ്ങനെ അതിന്റെ ഇടയിൽ കൂടെ ഇറങ്ങണം. അത് വളരുന്നതിന് മുമ്പ് എനിക്ക് അവിടെ പെയിന്റ് ചെയ്യണം, എന്നിട്ട് വളർത്ത്. എന്തിനാ ചെടി വളർത്തിയ പെയിന്റ് ചെയ്യേണ്ട കാര്യം? അതിന്റെ ഇടയിൽ കൂടെ എങ്ങനെ പെയിന്റ് കാണും? ഭംഗിയില്ല ഇങ്ങനെ വളർന്നു. ഇവിടെ പോയി നോക്ക്, മാത്രമേ ഉള്ളൂ. ഈ ബോഗിൻവില്ലയുടെ കളർ ഒന്നുമില്ല, പക്ഷെ മഞ്ഞ നല്ലതാ പറയാ. മഞ്ഞ ഐശ്വര്യ, വിഷുവിനൊക്കെ നല്ല. പക്ഷെ ഇത് ഇത്ര ഇത് എത്ര കാലം എടുക്കും ഇങ്ങനെ ആവാൻ? എന്നാലും ആവോ? നന്നായി വളരും. എന്നിട്ട് പൂക്കൾ എപ്പോഴും കാണും? അതാ പോയി ഉണ്ടോ? ഇത് അതിന്റെയാണോ? വേറെയല്ല, ഇത് സെയിം പൂ തന്നെയാണോ? ബോക്സ് ഇല്ലാത്തോണ്ടാണ് ഇത് വാങ്ങാത്തത്.
അത് ബോക്സിൽ വളർന്നു. ക്ലോ എന്നാണ് അതിന്റെ പേര്. പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഗോൾഡൻ കസ്കഡ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വളർത്താനാണ്. പക്ഷെ ബോക്സിൽ അത് വളർത്താൻ പറ്റുള്ളൂ, മാറ്റി പറിക്കാനും മാറ്റി വെക്കാൻ ഒന്നും പറ്റില്ല. അത് ക്രീപ്പർ ആയതുകൊണ്ട് സ്പ്രെഡ് ചെയ്ത് വളരില്ലേ, വളർന്നു കഴിഞ്ഞാൽ പിന്നെ അത് വേറെ ചട്ടിയിലേക്ക് മാറ്റാൻ പാടാ. അപ്പൊ ആദ്യമേ വെക്കുമ്പോ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെടിച്ചട്ടി കുറച്ച് വലുതായിട്ട് വരണമെങ്കിൽ വലിയ ചട്ടി വെക്കണം, എന്നാലേ ചെടി വളരണമെങ്കിൽ. ചെടിച്ചട്ടി വളരാനല്ല, ചെടി വളരും. പൊക്കത്തിലും വളരുള്ളൂ, ഫുള്ള് ബഞ്ചായിട്ടും വളരുള്ളൂ. ചെറിയ ചട്ടി എന്നാ ആ അളവിലേ നിക്കുള്ളൂ ചെടി. അപ്പൊ ഇപ്പൊ നമുക്ക് പെട്ടില്ല. അപ്പൊ അത് ഫെബ്രുവരി 10 വരും. ഇവരുടെ പുതിയ ബാക്കിലത്തെ ഏരിയ ഓപ്പണിംഗ് ആണ്, പുതിയ നഴ്സറി പോലെ. അപ്പൊ 10 വാങ്ങാം. ഇവർക്ക് ചക്ക മാങ്ങ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ബാക്കില്, ഇപ്പോഴും ഉണ്ടോ? അവക്കാഡോ ഉണ്ടോ? അവക്കാഡോ ഉണ്ടല്ലോ. അതൊക്കെ വളർത്താൻ പാടായിരിക്കും. എങ്ങനെയാ വളർത്തില്ല? നിലമൊക്കെ ഉണ്ട്, പക്ഷെ വെള്ളമൊക്കെ സാധാരണ പോലെ മതിയോ? നമ്മുടെ ക്ലൈമറ്റ് അല്ല, നമ്മുടെ ഈ വെതറിൽ വളരുവോ? വെതറിൽ അന്നാ പറഞ്ഞ എടുക്ക് നോക്കാം. അവക്കാഡോ ഇത് നിലത്ത് ഇത് സാധാരണ ഇത് കുഴിച്ചിട്ടാ മതി, ഇങ്ങനെ തന്നെ ഇവിടം വരെ. ഓക്കെ, ഇത് കളയണോ? ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ചെടികൾ വാങ്ങണ ദിവസം, ഇത് വാങ്ങണ ദിവസം ഇവിടുന്ന് ഗാർഡനറെ വിളിച്ച് വീട്ടിൽ കൊണ്ട് ഇത് ഞാൻ നടും, നോക്കിക്കോ, അത് നല്ല വളരുള്ളൂ. കാണാം. പെൺകുട്ടി അതെ, അതാ നല്ലത്. കണ്ടോ, ഞാൻ വെച്ച് ഐശ്വര്യം വരും. എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു. കണ്ട, മമ്മി മിണ്ടണ്ട, ഡാഡിയുടെ ആവക്കാടോ കളഞ്ഞ ആളാ. അത് ഇൻഡോർ ചെടിയായിരുന്നു. അത് പ്രിയയുടെ പേരിലാ കാറ്. പ്രിയനോട് ചോദിക്കും. സ്പൈഡർ ചെടി ഇത് വെറുതെ ഭംഗിക്കല്ലേ? ഇത് നല്ല സ്പ്രെഡ് ആയിട്ട് വളരുമല്ലോ, നല്ല ഭംഗിയിൽ വരും. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഇത്. ഓക്കെ, ഇതെന്ത് ചെടിയാ? ഫേണോ? ഫാൻ. ഗോൾഡൻ ഫേൺ. മമ്മിയുടെ ഫ്രണ്ടില് വീട്ടിലില്ലേ ഇങ്ങനെ ബഞ്ചായിട്ട്? പ്ലാസ്റ്റിക് ചെടിയല്ലേ? ഒറിജിനലാ? ഞാൻ ചൈനയിൽ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നോ? ഒന്നും അല്ല, പ്ലാസ്റ്റിക് ചെടി എന്നാണ് മമ്മിയുടെ വീട്ടിൽ പറഞ്ഞ. പറ ഏതാ? പക്ഷെ അവിടെ ഉള്ള ചെടികളൊക്കെ പെട്ടെന്ന് വാടിപ്പോന്നു. ഇപ്പൊ പറഞ്ഞില്ലേ ഈ മാസം വാങ്ങിയത് വാടിപ്പോയിന്ന്. ഇതാണത്, ഇതാണത്. ഇതിന്റെ വലുതുണ്ടോ ചേട്ടാ? ഇതാണ് വലുത്, വളർന്ന് വലുതാവുന്നത്. വളർന്ന് പന്തലിക്കില്ല. ഉണ്ടോ? എനിക്ക് ചെടി വലുത് വേണം. അത് ട്രീ ഫോൺ ഒറ്റ ഒരെണ്ണമായിട്ട് വളരും. ക്രിസ്മസിന് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. എനിക്ക് 40 വർഷം പഴക്കമുണ്ടെന്ന്. അത് അത്രേ വളരുള്ളൂ. മണ്ണിൽ നട്ടാ വലുതായിട്ട് വളരും. അതുകൊണ്ട് ഇത്രയും വളർന്നു നിൽക്കും. പൂക്കൾ വരും അതില്. 4000 രൂപ എങ്ങാണ്ടാന്ന്. 35 വർഷം വയസ്സായിരുന്നു. കഴിഞ്ഞപ്പോ ഉദ്ദേശിച്ച ചെടി അതല്ലാന്ന്. ഇതാ ഞാൻ പറഞ്ഞ. പക്ഷെ കണ്ട ഒരുപോലെ ഉണ്ടല്ലോ. ഒന്നുമല്ല, എങ്ങനെ കണ്ട ഒരേപോലെ ഉണ്ട്? ഇതാണ് ഞാൻ എന്റെ വീട്ടിലെ സ്പ്രെഡ് ആയിട്ട്. ഇത് വലുതായി വരും അല്ലേ? അപ്പൊ ഇതാ വേണ്ട. അത് ഭയങ്കര വലുതാവും. 3 മനസ്സിലായോ? എന്റെ ഇടയ്ക്ക് ഫ്രൂട്ട്സ് വാങ്ങാൻ പോയി. കടക്കാരെ 20 രൂപ കവർ വേണം എന്ന് പറഞ്ഞിട്ട് ഡാഡി തിരിച്ച് ഒരു 1/2 കിലോമീറ്റർ നടന്നു വന്ന് കവർ കാറിൽ നിന്ന് എടുക്കാനായിട്ട്. അതാണ് പണ്ടത്തെ വാല്യൂസ് എന്ന് പറയുന്നത്. നമ്മളാണെങ്കിലോ 20 രൂപ കൊടുത്തിട്ട് വരും അവിടെ. ഡാഡി പോവോ? ഓക്കെ, വേദുവിനെ പിക്ക് ചെയ്യാൻ പോവാ. എന്നിട്ട് അവനായിട്ട് എവിടെങ്കിലും പോയി കുടിച്ചിട്ട് വീട്ടിൽ പോവാം. ചട്ടി ഇറക്കി വെച്ചാണ്, ഞാൻ ഇറക്കില്ല. ഡാഡിക്ക് നിർബന്ധം. ഞാൻ പാമ്പ്, എനിക്ക് പേടിയായതുകൊണ്ട് പാമ്പ് വരാത്ത ശരിക്കും ചോദിക്കുക. ശരിക്കും പാമ്പ് വരില്ല? അവിടെ പാമ്പ് വരാത്ത ചെടി ഉണ്ടോ? ഏതാ ഏതാ അത്? പാമ്പ് വരില്ല? അതിന് മണം കാരണോ ഇരിക്കുവോ? അതെ, ചേട്ടനൊരു ചെടി ലാസ്റ്റ് ആ ചെടിയുടെ മുകളില് പാമ്പ് കയറി ഇരിക്കുന്നത്. അതെ, ഇതിപ്പോ കൊതുകിന് വേണ്ടിട്ട് നമ്മള് എന്തൊക്കെ ചെയ്യുന്നതൊക്കെ അതിന്റെ മേലെ വന്ന് കൊതുക് ഇരിക്കും.
ഏത് ചെടിയാന്ന് പോയി നോക്ക്. അങ്ങനെയാണെങ്കിൽ 3 വാങ്ങാം, വീടിന്റെ 4 സൈഡിൽ വെക്കാം. നോക്കാൻ മണം വല്ലതും ഉണ്ടോ? ചെടി ഇത് മൈലാഞ്ചിയുടെ മണമാണോ? പൊട്ടിക്കാൻ ഇങ്ങനെ പൊട്ടിച്ച് ഗാർലിക്കിന്റെ മണമുണ്ട്. നല്ല വെളുത്തുള്ളിയുടെ മണോ, ഭയങ്കര വെളുത്തുള്ളിയുടെ മണം, കയ്യിൽ വരെ മണം വന്നിരിക്കുന്നു. എന്താ ചെടിയുടെ പേര്? എന്താ ചെടിയുടെ പേര്? വൈനാ? വൈൻസ് എന്ന് പറഞ്ഞാൽ പടർന്നു വരുന്നോ, ഗാർലിക് വൈൻസ്. അപ്പൊ ഒരു 4 എടുത്തു, നമുക്ക് നോക്കാം. എത്ര ഇന്ന്? എത്രയാണ്? 60 രൂപ ഉള്ളൂ. അപ്പൊ ഒരു 4 എടുക്കാം. എടുത്തോ നമുക്ക്. ഇത് ചട്ടിയിലാക്കട്ടെ. ചെടി പറഞ്ഞില്ലേ പാമ്പ് വരാത്ത, അത് ഭയങ്കര ഡിമാൻഡാണ്. സ്റ്റോക്ക് ഇല്ല. അതല്ല, അത് ഗാർലിക് വൈൻസ് എന്ന് പറഞ്ഞ ചെടിയാ. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ മണോ? ഇതല്ല, പക്ഷെ വേറെയാ, ഗാർലിക് വൈൻസാ. വളരുമ്പോ പൂവൊക്കെ വരുമ്പോ അതിന് മണം വരും. അതാ. വേറെ ഒരു ചെടിയും കൂടെ വാങ്ങി, ആവക്കാടോ. കിളിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ എവിടെ വെക്കും? ഞാൻ മറ്റേ അപ്പുറത്തെ സൈഡിലെ പറമ്പിൽ നടും. ഞാൻ നടാൻ പോവാ. അവരുടെ അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ആരും ഇല്ലല്ലോ അവിടെ, നമ്മളല്ലേ നോക്കുന്നത്. ഡാഡി ഒരു അവക്കാടോ നട്ടല്ലേ? ആ, അതവിടെ അത് ഭൂമി സ്ഥലം ഉണ്ടായിരുന്നു, ഭൂമി ഉണ്ടായിരുന്നു. അല്ല, അത് ശരിക്കും അവക്കാടോ ആയിരുന്നു. അത് കട്ട് ചെയ്ത് കളഞ്ഞു പമ്മി. അത് വളരെ പൊക്കത്തെ വന്നു. അത് കുറച്ചും കൂടെ ആണെങ്കിൽ അവക്കാടോ കിളിച്ചാന് എന്ന് പറയാ. ഇത് അവനെ ഒന്നും അറിയില്ല, ഗാണർ എന്ന് പറഞ്ഞേ ഇത് അവക്കാടോ ഒന്നും ഇല്ല എന്ന് കട്ട് ചെയ്തു. അത് അയാൾക്ക് അവിടെ ഇപ്പൊ നടാൻ പറ്റില്ല, കാരണം അവിടെ മണ്ണില്ല, അത് സിമന്റ് ഇട്ടു. നല്ലായിരുന്നു അത്. ഓക്കെ, അപ്പൊ വണ്ടി എടുക്കട്ടെ. ഒട്ടും മണ്ണാവാതെ സൂക്ഷിച്ചാട്ടാ, അല്ലെങ്കിൽ ഞാൻ വാക്യൂം ക്ലീനർ തരും, ഒരച്ച് കഴുകിപ്പിക്കുകയും ചെയ്യാം. മമ്മിയുടെ ചെടി ഞാൻ ഇവിടെ ഉപേക്ഷിച്ചില്ല കേട്ടല്ലോ. ഞാനാണ് പ്രിയർക്ക് പറഞ്ഞത് ആദ്യം ചെടി വാങ്ങിക്കാൻ പോവാന്ന്. പിന്നെ എന്നെ ഉദ്ദേശിച്ചിട്ടില്ല അല്ലേ? അപ്പൊ ഞാൻ കരിവേപ്പില എടുത്തങ്ങോട്ട് എറിഞ്ഞു. ഇനി നമ്മള് പോകുന്ന സിറ്റുവേഷൻ നോക്കിക്കേ, ശരിക്കും മറ്റേ പറക്കും തള്ളികയിലെ ബസ്സിനെ പോലെ ഇല്ലേ. എന്തായാലും ഇതൊക്കെ വളർന്നാ മതിയായിരുന്നു. എന്തായി, എൻജോയ് ചെയ്തോ? എന്തൊക്കെയാ ചെയ്തേ? എന്താ വേറെ ഒന്നും, അത് വീട്ടിലിരുന്ന് കളിച്ചാ പോരായിരുന്നോ? ഫുഡൊന്നും കഴിച്ചില്ല? അതാണ് നോന്റെ അമ്മ കംപ്ലൈന്റ് പറയുന്നത്. ഓക്കെ, ഹാപ്പി? വീട്ടിലെത്തി. അറേഞ്ച്മെന്റ്സ് ഒക്കെ രാവിലെ കാണിക്കാം, വെളിച്ചമുള്ളപ്പോ. ഇതൊക്കെ ഇനി എടുത്ത് തൽക്കാലത്തേക്ക് വെളി വെക്കണം. രാവിലെ ആകുമ്പോ എല്ലാം അറേഞ്ച് ചെയ്യാവേ. ഇനിയും കുറെ ചെടി വാങ്ങാനുണ്ട്. ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രം. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പൊ പിറ്റേ ദിവസം വൈകുന്നേരം എൻ്റെ ആവക്കാടോ ട്രീ ഞാൻ തന്നെ നടാമെന്ന് വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. അവർക്ക് ഇതുപോലെ ശീലമുണ്ടോ? മമ്മട്ടി പിടിച്ചിട്ട് വെട്ടിയിട്ട് ഒരു ചെറിയ ഒരു ഹോൾ. ഇവിടെ ഫുൾ കല്ലാണ്, മേളിലൊക്കെ വെട്ടാൻ തന്നെ എന്തൊരു പാടാ. പറ്റിയ പണിയൊന്നുമല്ല, കൃഷിക്കാരെ സമ്മതിക്കണം ശരിക്കും. ഇതിൽ പ്രശ്നം എന്താ അറിയോ, അടിയിലൊക്കെ കുറച്ച് കല്ലുണ്ട്. സോ വളരുമെന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തിയിട്ടുണ്ട്. ഇനി വെള്ളം വറ്റിയിട്ട് ഇതൊന്ന് നമുക്ക് അവക്കാടോ വെക്കാം. ഉണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞ് ഇവിടുന്ന് അവക്കാടോ കഴിക്കാം. വളർന്നില്ലെങ്കിൽ അമ്മയുടെ കുറ്റം, അത്രേ ഉള്ളൂ. എന്റെ കൈ കൊണ്ട് എന്ത് ചെയ്താലും പെരുകും, ഒന്നും ഇങ്ങോട്ട് താഴോട്ട് പോകില്ല. ഓക്കെ, ഇതെന്തായാലും താഴത്തേക്ക് പോവില്ല. അത് വെറുതെയാ താഴത്തേക്ക് പോവില്ല എന്ന് പറയുന്നത്. എന്ത് നട്ടാലും മറ്റേ ഇപ്പൊ നമ്മള് കപ്പ നട്ട എന്ത് ചെയ്യും? കപ്പയും പൊട്ടേറ്റും ഒക്കെ അത് താഴത്തേക്കല്ലേ പോന്നേ. അങ്ങനെ മീൻസ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അമ്മ നട്ടിട്ടുണ്ട് അവക്കാടോ. ഞാൻ പറഞ്ഞ പോലെ ഭാഗ്യം ഉണ്ടെങ്കിൽ അടുത്ത ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഇവിടുന്ന് അവക്കാടോ പറിച്ച് ഷേക്ക് അടിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഫൈനൽ അറേഞ്ച്മെന്റ്. ഈ ചെടികളൊന്നും വരുന്നില്ല. പിന്നെ ഓക്കെ, ആദ്യമേ ഇവിടെ ഇത്രയും ചട്ടികൾ പ്രിയ മേളിൽ തൂക്കി. ഇവിടെ ഇത്ര 6 ചെടി വാങ്ങി. ഓക്കെ, പിന്നെ ഇവിടെ ഇതിപ്പോ സിംബ ശരിയാക്കി തരും. സിംബയ്ക്ക് സിംബനെ അയച്ചുവിടുമ്പോ
അത് ചെയ്താ വളവാ, അത് കുഴപ്പമില്ല. മൂത്രമൊഴിച്ച കുഴപ്പമില്ല. കടിച്ചു അവന് ചെടി വീക്ക്നെസ്സാ. അതും കൊതുകരി കത്തിക്കാൻ പോയി. ഓക്കെ, ഈ സൈഡും ഉണ്ട്. അപ്പൊ ഇത്രയാണ് തൽക്കാലത്തേക്കുള്ള ചെടികള്. ഇനിയുണ്ടോ ഇവിടെയൊക്കെ? ഓ, പിന്നെ മേളീന്ന് താഴത്തേക്ക് ഇടും ഇല്ലേ? മേളീന്ന് ഇവിടുന്ന് വരുമ്പോ വീട്ടിനകത്ത് ഇങ്ങനെ ചെടിയിൽ ഇങ്ങനെ മാറ്റി ആ ലെവലൊക്കെ ആക്കണം എന്നാണ് ആഗ്രഹം. പാർവതി मैंने बोला था ना പാർവതിയാണ് എന്റെ അസിസ്റ്റന്റ് എല്ലാത്തിനും. അത് പ്രിയക്ക് ഹിന്ദി അറിയില്ല, പാർവതിക്ക്. പ്രിയക്ക് അത്ര हिंदी अच्छे बोलती हूँ ना, भैया से भी मेरा ये हिंदी अच्छा है ना? भैया उतना नहीं है। किसको नहीं आता हिंदी? मेरा ही हिंदी अच्छा है ना इस घर में, मैं ही अच्छी थी हिंदी। मैं सबसे अच्छे वाला हिंदी बोल। करेक्ट, सही। दीदी को कुछ नहीं पता है, मेरा हिंदी बहुत अच्छा है। मेरा 10-11 साल मेरा दोस्त सब वो बॉम्बे दिल्ली से मैं था. बेटा मगर तुमको हिंदी नहीं मालूम, मेरे को ज्यादा मालूम है. പ്രിയ എന്ത് പറഞ്ഞാലും സെയിം പേസിൽ തല കുലുക്കും, അത്രേ ഉള്ളൂ. പാർവതി ഞാൻ ഹിന്ദി പ്രജാത് ഒന്നും അറിയില്ല പ്രിയ. യോ ഹിന്ദി, നമ്മൾ ഒരു വ്ളോഗ് ഹിന്ദി ഫുൾ ചെയ്യും, നോക്കാലോ? നിങ്ങൾ പറ എന്റെ ഹിന്ദിയാണോ? ആരും പറയണ്ട, ഹിന്ദിയാണോ? ആരും പറയണ്ട. നമ്മൾ ഹിന്ദി വ്ളോഗ് ചെയ്യും, അതിൽ മനസ്സിലാക്കണം. മനസ്സിലാക്കാം. ഏറ്റവും നന്നായി ഹിന്ദി പറയുന്ന अभी नहीं, कल में बोलेगा. कल में बोलेगा. ഇനി പോയി പഠിക്കാനായിരിക്കും അല്ലേ? എന്ന് നടക്കാൻ പോണില്ല. നോക്കാലോ, നമുക്ക് നോക്കാം. എന്നാ വിട്ടോ, ഞാൻ അങ്ങോട്ട് വരാം. അവിടെ കുറച്ച് ചെടി മോഷ്ടിക്കായില്ലേ? അവിടെ സെറ്റിംഗ് ആയിരിക്കും. അതെ ഗൈസ്, അപ്പോൾ അതെ ഡാഡിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുവാണ്. ഇവിടുന്ന് എന്തൊക്കെയോ ചെടി പ്രിയ അടിച്ചു മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ കൊടുക്കുന്നു. ചെടി ഇവർക്ക് ഭയങ്കര പ്രശ്നം. ഇപ്പം ഇരുട്ടായി, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതെ, ഇങ്ങനത്തെ ഏതൊക്കെയോ ചെടിച്ചട്ടിയാണ് കൊണ്ടുപോകാന്നുള്ളത്. നോക്കിക്ക്, കംപ്ലീറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ വെച്ചിരിക്കുന്നത്. ക്രീപ്പേഴ്സും നോക്ക്, എന്ത് രസം. രാവിലെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരുന്നേനെ. ഒരു ദിവസം പിന്നെ ഒന്ന് രാവിലെ കാണിച്ചു തരാവേ. എൻ്റെ ഇവിടെ കംപ്ലീറ്റ് ചെടികളാണ്. അപ്പൊ ഇതിൽ ഏത് ചെടിയാണ് പ്രിയ എടുക്കാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. എഴുന്നേറ്റ് നിന്ന് ഒരു മിനിറ്റ് ഒന്ന് നിക്കാൻ. മമ്മീന്റെ ഉദ്ദേശമാണ്. നോക്ക്, മമ്മിയുടെ ഡ്രാമയൊന്നും ഡാഡിക്ക് കാണണ്ടാന്ന്, മതിന്ന്. കൊറിയൻ ഡ്രാമയാണെങ്കിൽ കാണാം, വേറെ ഒരു രീതിയിലുള്ള ഡ്രാമ എനിക്ക് ആവശ്യമില്ലാന്ന്. ഡ്രാമക്കാര്. ഏത് ചെടിച്ചട്ടിയാ കൊണ്ടുപോകാൻ പോകുന്നത്? ഞാൻ അതെടുത്ത് കാരി വെക്കാൻ വന്നാ. പ്രിയറിന് ഏതോ 4 ചെടിച്ചട്ടി കൊണ്ടുപോകാനാണ്. ഇന്നലെ രാവിലെ ഞാൻ അവക്കാടോ നട്ട് കേട്ടാ. കിളിക്കില്ലേ? അത് മതി. മണ്ണ് വളമുള്ളതാണെങ്കിൽ അവിടെ നല്ല വളമുള്ള മണ്ണാണ്, അതുകൊണ്ടാ വെള്ളം. സിംബ അപ്പിയൊക്കെ ഇടും. അവിടെ കൊറേ പശു ഒന്ന് ചാണകം വെച്ചിട്ടുണ്ട്. പശു വരുമല്ലോ അവിടെ പുല്ല് കഴിക്കാൻ. അതാവനാ മണ്ണ് ഫുള്ള് ചാണകമാ. ചാണകത്തിന്റെ ടേസ്റ്റ് ആവില്ല. 6 മാസത്തില് വരാൻ തുടങ്ങുന്ന പറഞ്ഞത്. അത് കൊള്ളാം കേട്ടാ, ഞാൻ ചെയ്യും അത്. അത് കൊള്ളാം, ഉറപ്പായിട്ട് നിങ്ങൾ 6 മാസത്തിൽ കണ്ടിരിക്കും അവക്കാടോ. അതെ, സെറ്റാക്കാം. നമ്മുടെ ഷോപ്പിന്റെ ഫ്രണ്ടിലോ റംബുട്ടാനായിരുന്നു. അറിയാതെ ചാമ്പക്ക വെച്ചു, റംബുട്ടാൻ വെട്ടി. എന്നാലും ചട്ടി പാക്കി, എന്നിട്ട് ഞാൻ പോട്ടെ. ആ ചട്ടി എടുക്ക് പോ. ചട്ടി നമുക്ക് പോവാൻ നേരത്തെ മിണ്ടാണ്ട് ഡിക്കി പാക്ക് ചെയ്തു. അത് ഇന്നലെ ഒരു വഴക്കുണ്ടായി. ആരായിട്ട്? അനുവിന്റെ
ഞാനിവിടെ നന്നായിട്ട് ഈ ഇൻഡോറിൽ വെക്കാൻ വേണ്ടി ഒരു ചെടിയൊക്കെ നല്ല ഭംഗിയായിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് എടുത്ത് അകത്ത് വെക്കാൻ വേണ്ടി പുറത്തു പോയി അവിടെയൊക്കെ നോക്കിയപ്പോ എന്താ അത് കാണാനില്ല, ചട്ടിയോടുകൂടി കാണാനില്ല. മോഷണം പോയോ? ആ ഇത് കേക്ക്. അപ്പം എവിടെ നീ എടുത്തോണ്ട് പോയാ? അല്ല, എന്നിട്ട് ഞാൻ ഇവിടെയൊക്കെ അന്വേഷിച്ച് കണ്ടില്ല. ഞാൻ മുകളിൽ പോയി, ഇനി അവിടെ ഷൂട്ടിങ്ങിന് വല്ലതും മുകളിൽ വെച്ചിട്ടുണ്ടോ വെച്ചാൽ മുകളിൽ പോയി. മുകളിൽ പോയപ്പോ ഞാൻ മറ്റേ അവരുടെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു, മാഡം ഒരു ദിവസം ഒരു വണ്ടി കൊണ്ടുവന്ന് കുറെ ചെടികളൊക്കെ കൊണ്ടുപോയി. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഇത് താഴത്തേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഞാൻ അബദ്ധവശാൽ ഇന്നലെ ചോദിച്ചു. ഞാൻ ചോദിച്ചപ്പോ അവരോട് എന്താ മമ്മി പറഞ്ഞു, ആരങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ, ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്. ഈ രണ്ടുപേരുടെയും കൂടെ പ്ലാനാ മമ്മി. പ്രിയ അനു ഇവിടുന്ന് ചെടി അടിച്ച് മാറ്റുന്നുണ്ട്. പറയണ്ടേ? അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും മോഷണം പോയിന്ന്. ആ അത് ഇവിടെ വളരുന്ന അവർക്കൊക്കെ അറിയാം. അതെല്ലാം ഒരെണ്ണം പോയപ്പോ ഇപ്പൊ മനസ്സിലായ. ആ പിന്നെ നിങ്ങള് വളർത്തുന്ന കാട്ടി നന്നായി ഇവര് രണ്ടുപേരും വളർത്തും. ആ ഇഷ്ടപ്പെട്ടു ഗോവയിലെ നമ്മുടെ മീൽസ്. ഓ ആ മീൻകറിയും റവ ഫിഷ് ഫ്രൈയും അവിയൽ എന്ന് പറഞ്ഞാൽ മറ്റേ കല്ലുമ്മക്കാവച്ചുള്ള അവിയലും കൊഞ്ചിന്റെ തീയലും. ഓ മറ്റേ ഉച്ചക്ക് കഴിക്കാൻ പോയ സ്ഥലത്തോ അതോ ഭയങ്കര വലുതാ. ആ ഒരു ഫിഷ് തന്നെ ഒരു 300-400 ഗ്രാം കാണും. ഡാഡിക്ക് കൊതിയായിട്ട് വയ്യായിരുന്നു. പോണ്ടേ നമുക്കൊരു ട്രെയിൻ ജേർണി. നിങ്ങൾ കഴിച്ച ചോക്ലേറ്റ് താലി കണ്ടോ? ചോക്ലേറ്റിന്റെ മീൽസ് നമ്മള് പോയിട്ടുണ്ട് അവിടെ, പണ്ട് പോയിട്ടുണ്ട്. എപ്പോഴാന്നറിയോ? നമ്മള് ക്രൂസ് കഴിഞ്ഞ് ഗോവയിൽ ഇറങ്ങിയില്ലേ അന്ന്. എന്തായാലും ഉടനെ ഒരു ട്രിപ്പ് പോണം, അത്രേ ഉള്ളൂ. മേരിയാന് ചോക്ലേറ്റ് കണ്ടപ്പോഴേക്ക് കൺട്രോള് പോയി. അതെ. അപ്പൊ എന്തായാലും വേഗം ഒരു ട്രിപ്പ്. നല്ല Airbnb ആയിരുന്നു. ആദ്യമേ ആക്ച്വലി അവര് ഷീറ്റൊക്കെ കുറച്ച് അഴുക്കായിരുന്നു. അഴുക്കല്ല, പഴയതായിരുന്നു. നമ്മൾ പറഞ്ഞപ്പോ എല്ലാം മാറ്റി, പിന്നെ എല്ലാം നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാം ചെയ്തു തന്നു. ആ മെഷീനൊക്കെ ഉണ്ട്. ഞങ്ങളലക്കി. ആ അപ്പൊ ഉടനെ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യാ, എന്നിട്ട് ചട്ടിയും പാക്ക് ചെയ്യാ. രാത്രി വരാൻ പറ്റിയോട്ടോ. യു കാനോട്ട് ലിഫ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ. ഇത് കൊണ്ടുപോകും. ആ 2 ചട്ടിയാണ്. ഇതാണ് എനിക്ക് മോഷ്ടിക്കാനുള്ളത്. എങ്ങനെ മോഷ്ടിക്കുന്നു പറ. അത് ഞാനും ജെഫ്രിനും കൂടെ വരാം. ജെഫ്രിനൊന്നും പൊങ്ങൂല. ഇത് ദില്ലു ഇത് എടുത്തോണ്ട് പോകുന്നതാണ്. 1000 രൂപ ദില്ലു. ഞാൻ പോട്ടെ, ബൈ ബൈ. നമുക്ക് ഇത്രയും ചെടികളില് ഏതെങ്കിലും ചെടിച്ചട്ടി പോയ അമ്മമ്മ എങ്ങനെ അറിയാം? എനിക്കറിയാം, പിന്നെ ഗ്യാപ്പ് വരില്ലേ? ഗ്യാപ്പ് നോക്കി കണ്ടു. അപ്പൊ നമുക്ക് അടുപ്പിച്ചു വെക്കാം തിരിച്ച്. എനിക്കറിയാം, എണ്ണി വെച്ചിട്ടുണ്ട് ഞാൻ. കേട്ടാ, ഇത് നമുക്ക് നോട്ടല്ലോ അല്ലേ? ഇതും അതും അങ്ങനെ ഓരോന്നും എനിക്കറിയാം. പോയാലും എല്ലാം സെറ്റ് പ്രിയ. കേട്ടാ, ബൈ ബൈ. എന്നിട്ട് നമുക്ക് ഇവിടെ വേറെ എന്തെങ്കിലും പെയിന്റ് ചെയ്ത് വെക്കാം. തെർമോക്കോളൊക്കെ വെച്ച്. അതെ. കറക്റ്റ്. സോ ഒരു ചെറിയ ഫാമിലി വ്ളോഗ് ആയിരുന്നു. അപ്പോൾ കുറേ ചെടികളായിട്ട് നമ്മുടെ വീട്ടിൽ വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതിന് എൻ്റെ അവക്കാടോ കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ആർക്കെങ്കിലും കൊടുക്കുക, അറ്റ്ലീസ്റ്റ് കൊച്ചിയിലുള്ളവർക്ക് കേട്ടോ. സോ അടുത്ത വ്ളോഗിൽ കാണാം. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.